ടു സ്റ്റുഡന്റ് ഇന്ന് നമ്മുടെ മാത്സ് എക്സാംസ് ഒക്കെ ഇങ്ങനെ വളരെ രസകരമായിട്ടുള്ള പഠനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സോ ഓൾറെഡി പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 വീഡിയോസ് വരെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 4 വീഡിയോ ആണ്. ഇതിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരൊറ്റ ചാപ്റ്റർ ആയിട്ടുള്ള ട്രിഗ്നോമെട്രി മാത്രമാണ്. ബിക്കോസ് ട്രിഗ്നോമെട്രി എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനും അറിയാനും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അത് പ്ലസ് വേറൊരു ചാപ്റ്റർ ഒക്കെ കൂടി കുഴച്ച് എല്ലാം കൂടി ആക്കുന്നതിന് പകരം ജസ്റ്റ് ആ ഒരു വീഡിയോ മാത്രം പർട്ടിക്കുലർ ആയിട്ട് ചെയ്യാം. സോ സേക്കാര് ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ കാണില്ല. ഇതിപ്പോ ഇതിനിടയ്ക്കൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇത് കാണേണ്ട ആൾക്കാർക്കും വേണ്ടാത്ത ആൾക്കാർക്കും നിങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നിങ്ങളുടെ ഈസിനെസ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ ട്രിഗ്നോമെട്രി ജസ്റ്റ് ഒരൊറ്റ പാർട്ട് വീഡിയോ ആയിട്ട് പാർട്ട് 4 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഏതാണോ പാർട്ട് 2, പാർട്ട് 4 പാർട്ട് 5 ഏതാണെന്ന് വെച്ചാൽ ഓക്കെ. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺവേർട്ട് 135 ഡിഗ്രി ഇൻടു റേഡിയൻ. ഡിഗ്രിനെ റേഡിയൻ ആക്കുക, റേഡിയനെ ഡിഗ്രി ആക്കുക. ഇതിന് രണ്ടിനും 2 ഇക്വേഷൻസ് ഉണ്ട് അല്ലെ. ഞാൻ ആദ്യം 2 ഇക്വേഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 2 പ്രോബ്ലത്തിലൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ 135 ഡിഗ്രിനെ റേഡിയൻ ആക്കാൻ. ഈ തന്നിരിക്കുന്ന ഡിഗ്രിനെ എന്ത് ആക്കണം? റേഡിയൻ ആക്കണം അല്ലെ. അപ്പൊ നമ്മൾക്ക് എന്ത് അറിഞ്ഞിരിക്കണം? ഡിഗ്രിനെ റേഡിയൻ ആക്കാനുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എങ്ങനെയാ ഡിഗ്രിനെ റേഡിയൻ ആക്കുന്ന ഇക്വേഷൻ എന്താണ്? തന്നിരിക്കുന്ന ഡിഗ്രിനെ എങ്ങനെ റേഡിയൻ ആക്കുക? π/180 ഇൻടു ഡിഗ്രി മെഷർ. ഓക്കെ, π/180 ഇൻടു ഡിഗ്രി മെഷർ. ഞാൻ ഈ ഡിഗ്രി ഇങ്ങനെ എഴുതാട്ടോ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. ഓക്കെ, π/180 ഇൻടു ഡിഗ്രി മെഷർ എന്ന ഈ ഇക്വേഷനിൽ നമ്മൾ തന്നിരിക്കുന്ന നമ്മുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്, ഡിഗ്രി മെഷർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റേഡിയന്റെ വാല്യൂ കിട്ടും. ശരിയല്ലേ? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാലോ. വിച്ച് ഇസ് ഈക്വൽ ടു π/180 ഇൻടു ഡിഗ്രി മെഷർ. തന്നിരിക്കുന്ന ഡിഗ്രി എത്രയാണ്? 135 ആണ്. 135 ആണ്. ശരിയല്ലേ? നമ്മൾ തമ്മിൽ ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് വാല്യൂ കിട്ടും? 3π/4 റേഡിയൻ എന്ന് കിട്ടും. ഓക്കെ, 3π/4 റേഡിയൻ എന്ന് കിട്ടും. സോ റേഡിയൻ കൂടെ എഴുതണേ. അപ്പൊ തന്നിരിക്കുന്ന ഡിഗ്രി മെഷറിനെ റേഡിയനിലേക്ക് ആക്കണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ π/180 ഇൻടു ഡിഗ്രി മെഷർ ആണ്. ഓക്കെ, ഇവിടെ പൈ റേഡിയനിലേക്ക് ആക്കുന്ന കേസിൽ ദയവ് ചെയ്ത് ഇവിടെ പൈക്ക് വാല്യൂ ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ റേഡിയൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് പൈ എന്നുള്ളൊരു പൈ കോൺസ്റ്റന്റ് അതേപോലെ തന്നെ ഇടാം. ഓക്കെ, ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടല്ലോ. ഇക്വേഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. π/180 ഇൻടു ഡിഗ്രി മെഷർ ആണ് കേട്ടോ. π/180 ഇൻടു ഡിഗ്രി മെഷർ ആണ്. ഇനി ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി ഡിഗ്രി മെഷർ കറസ്പോണ്ടിങ് ടു 11/14 റേഡിയൻ. അത് റേഡിയൻ മെഷർ തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഗ്രി മെഷർ കണ്ടുപിടിക്കാനാണ് ചോദ്യം. സോ റേഡിയൻ മെഷർ എന്ന് പറയുന്നത് 11/14 ആണ്. ദാറ്റ് ഈസ് 11/14 ആണ്. ഇതിന് ഞാൻ എന്ത് ചെയ്യണം? ഡിഗ്രിയിലേക്ക് ആക്കണം അല്ലെ. തന്നിരിക്കുന്ന റേഡിയനെ ഡിഗ്രിയിലേക്ക് ആക്കണമെങ്കിലുള്ള ഇക്വേഷൻ 180/π ഇൻടു റേഡിയൻ മെഷർ. ഇതിന്റെ ഉൾട്ടായിട്ട് വരും. 180 ഇൻടു ഇതിന്റെ റെസിപ്രോക്കൽ ആയിട്ട് വരും. 180/π ഇൻടു റേഡിയൻ മെഷർ. ശരിയല്ലേ? റേഡിയൻ മെഷർ. ഓക്കെ, അപ്പൊ 180 ഡിവൈഡഡ് ബൈ പൈന്റെ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് പൈന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണേ. 22/7 ഇൻടു റേഡിയൻ മെഷർ. തന്നിരിക്കുന്ന റേഡിയൻ മെഷർ എത്രയാ? 11/14 11/14 ആണ്. സോ നമ്മൾ ഇതിന് ആൻസർ നമ്മൾ കാൽക്കുലേറ്ററിൽ നിങ്ങൾ ക്യാൻസൽ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുമല്ലോ. നമുക്ക് ഫൈനൽ ആൻസർ എത്ര കിട്ടും? 45 ഡിഗ്രി കിട്ടും. കാൽക്കുലേറ്റർ ഒന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ യൂസ് ചെയ്യാത്ത കൊണ്ടാണ് ഞാൻ ഫൈനൽ ആൻസർ എഴുതുന്നത്. ക്യാൻസലേഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം, ഇതിൽ നമ്മൾ വ്യത്യാസം നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, ദയവ് ചെയ്ത് ഈ ഫോർമുല രണ്ടും ഒന്ന് പഠിച്ചു വെക്കാം. കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റേഡിയനിലേക്ക് മാറ്റുമ്പോൾ പൈക്ക് വാല്യൂ ഇട്ട് കൊടുക്കണ്ട അല്ലെ. ഇത്ര ഡിഗ്രി ടെമ്പറേച്ചർ എന്നല്ലേ നമ്മൾ പറയാ? അതോ 32 ഡിഗ്രി അല്ലെ 32 പൈ ഡിഗ്രി ടെമ്പറേച്ചർ നമ്മൾ പറയുമോ? ഇല്ലല്ലോ. നമ്മുടെ ടെമ്പറേച്ചറിൽ ഒരിക്കലും ഒരു പൈ എന്നോ സെൽഷ്യസ് വാല്യൂ ഒരിക്കലും ഒരു പൈ എന്നൊരു സംഭവം വരരുതല്ലോ. അങ്ങനെ വരരുത് എന്ന് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? പൈക്ക് അവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ അങ്ങനെ വരാതിരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഗ്രിക്ക് പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ഇത് ദയവ് ചെയ്തൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മൾ ടെമ്പറേച്ചർ പറയുമ്പോൾ ഇത്ര ഡിഗ്രി പൈ ടെമ്പറേച്ചർ എന്ന് പറയോ? ഇല്ലല്ലോ. അതുകൊണ്ട് പൈക്ക് അവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. പക്ഷെ റേഡിയന്റെ കേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണ്ട. ദയവ് ചെയ്ത് ഇക്വേഷൻ വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ഇതാണ് ഡിഗ്രി ടു റേഡിയനും റേഡിയൻ ടു ഡിഗ്രീന്റെ ഇക്വേഷൻ. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതൊക്കെ നമ്മുടെ ട്രിഗ്നോമെട്രിന്റെ തുടക്കത്തിൽ വരുന്ന LKG UKG ലെവൽ വരുന്ന ക്വസ്റ്റ്യൻസ്, വരുന്ന ഹൈ ക്ലാസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് പഠിക്കാം, കുഴപ്പമൊന്നുമില്ല. ട്രിഗ്നോമെട്രി ഒക്കെ നല്ല ചാപ്റ്റർ ആണ്. ഇനി ഞാൻ ഇതേ സംഭവം തന്നെ, അതായത് ഡിഗ്രി ടു റേഡിയൻ
ക്വസ്റ്റ്യൻ തരാം. ഇതിൽ കുറച്ച് ഇതിപ്പോ ബേസിക് അല്ലേ, ഇതിന്ന് കുറച്ചൊരു റേഞ്ച് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കൺവേർട്ട് 20 ഡിഗ്രി 40 മിനിറ്റ്, ഈ മേലെ 8 ഡാഷ് ഇട്ട മിനിറ്റ് നാട്ടോ മിനിറ്റ് ഇൻടു റേഡിയൻ. തന്നിരിക്കുന്നതിനെ റേഡിയൻ ആക്കി മാറ്റണം അല്ലേ? തന്നിരിക്കുന്നത് അപ്പൊ എന്തിലായിരിക്കും? ഡിഗ്രിയിലായിരിക്കും. ഇതിന്റെ റേഡിയൻ ആക്കണം എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത് ഡിഗ്രിയിലായിരിക്കണമല്ലോ. തന്നിരിക്കുന്ന ഡിഗ്രിയിൽ എന്തായിരിക്കണം? നമ്മൾ റേഡിയൻ ആക്കി മാറ്റണം അല്ലേ? പക്ഷെ നമുക്കറിയാം ഇവിടെ ഈ 40 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? മിനിറ്റിൽ തന്നിരിക്കുന്ന ഒരു സാധനത്തിനെ നമ്മൾ ആദ്യം അവേഴ്സ് ആക്കണം, അവർ ആക്കണം, ഓക്കെ, മണിക്കൂർ ആക്കണം അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 20 ഡിഗ്രി ഈ 40 മിനിറ്റ് എന്നുള്ളതിനെ മണിക്കൂർ ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 60 ചെയ്താൽ പോരെ? മതിയല്ലോ. 0 ക്യാൻസൽ ചെയ്യാം. ഓക്കെ, 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്തായി? 2/3 എന്നായി. അപ്പൊ നമ്മൾ ഇതെന്തായി മാറി? 20 ഡിഗ്രി പ്ലസ് നമുക്ക് ഇവിടെ എന്താ ഉള്ളത്? ബാക്കി 2/3 എന്നുണ്ട്, ശരിയല്ലേ? ഇത് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഞാൻ വലുതാക്കി എഴുതാം. 2/3 എന്നല്ലേ? ക്രോസ് ചെയ്യുമ്പോൾ 3 2s are 6 അല്ലേ? അപ്പൊ 3 × 20 എത്രയാണ്? 60 പ്ലസ് 1 × 2 എത്രയാ? 2 ഡിവൈഡഡ് ബൈ 3. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 62/3 എന്ന് കിട്ടി. 62/3 എന്ന് കിട്ടി. ഇത് എന്തിലാണ് കിടക്കുന്നത്? ഡിഗ്രിയിലാണ് കിടക്കുന്നത്. ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഈ 40 എന്നുള്ളതിനെ അവർ ആക്കി മാറ്റി, അതിനെ ഡിവൈഡഡ് ബൈ 60 ചെയ്തു, ക്യാൻസൽ ചെയ്തു, ക്രോസ് ചെയ്തു. എന്നാൽ ഈ സാധനം എന്തിൽ തന്നെയാണ്? ഡിഗ്രിയിൽ തന്നെയാണ്. നമ്മൾ ഇതിന് ഫോർമുല കൊടുത്താലല്ലേ നമ്മൾക്ക് അത് റേഡിയനിലാവുള്ളൂ. നമ്മൾ ഫോർമുല ഇത്ര നേരം കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഇനിയാണ് എന്ത് ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഡിഗ്രിയിൽ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? റേഡിയനിലേക്ക് മാറ്റണം. റേഡിയനിലേക്ക് മാറ്റുന്ന ഇക്വേഷൻ എന്താണ്? π/180 ഇൻടു ഡിഗ്രി മെഷർ അല്ലേ? ഓക്കെ, π/180 ഇൻടു ഡിഗ്രി മെഷർ വിച്ച് ഇസ് ഈക്വൽ ടു π/ റേഡിയനിലേക്ക് ആക്കണം. പൈക്ക് വാല്യൂ ഇട്ട് കൊടുക്കണോ? വേണ്ട അല്ലെ? π/180 ഇൻടു ഡിഗ്രി മെഷർ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കണേ? 62/3 അല്ലേ? നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? 31/270 പൈ എന്ന് കിട്ടും. സോ പൈ ഒരിക്കലും മറക്കരുത് കേട്ടോ. 270 ആണ്. 270 31π/270 എന്ന് കിട്ടി. നിങ്ങൾ വൃത്തിയായിട്ടൊന്ന് ഓർത്തു വെക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ തന്നെ വരണമെന്നില്ല. ഓക്കെ, ഇതും വരാം. ഇത് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 40 മിനിറ്റ് എന്നുള്ളതിനെ ആദ്യം അവർ ആക്കണം. അവർ ആക്കിയിട്ട് ക്രോസ് ചെയ്യാം. നമ്മൾ പ്ലസ് ചെയ്ത് ക്രോസ് ചെയ്യാം. നമുക്ക് ഡിഗ്രി മെഷർ ഫൈനൽ ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾ നമ്മുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷനിൽ വാല്യൂ കൊടുക്കുക, പൈക്ക് വാല്യൂ ഇട്ട് കൊടുക്കണ്ട. ഈ സംഭവം മനസ്സിലായിട്ടുണ്ടാവില്ല. എങ്ങനെയാണ് ഈ മിനിറ്റ് വന്ന് നമ്മൾ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ? ഡിവൈഡഡ് ബൈ 60 ചെയ്യാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഈ ഡിഗ്രി ടു റേഡിയനും റേഡിയൻ ടു ഡിഗ്രിയും ഈ മിനിറ്റ് ഒക്കെ വന്നതിന് നിങ്ങൾ ചെയ്യണം. മനസ്സിലായിട്ടാവല്ലോ? ഇത് ഒരു 3 മാർക്കൊക്കെ ചോദിക്കാം. ഈ 1 വേർഡ് സെക്ഷനിലാട്ടോ ഇതൊക്കെ വരിക. 1 വേർഡ് എന്നൊക്കെയാണ് ഞാനിത് പ്രീവിയസിൽ കണ്ടിരിക്കുന്നത്. ഒരു 2 മാർക്സ് 3 മാർക്ക് ആ റേഞ്ചിലൊക്കെ. അല്ലെങ്കിൽ പിന്നെ മറ്റേ MCQs ഒക്കെ ചോദിക്കില്ലേ? അതിൽ ഓപ്ഷൻ ആയിട്ട് വരും. ഇതിന്റെ ഉത്തരം ഏതാണോ? ABC എന്ന് പറഞ്ഞിട്ട്. രണ്ടും കണക്കരുത്, നമ്മൾ എന്തായാലും ചെയ്ത് നോക്കണം. മാത്സ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 4 മാർക്കിന് ചോദിച്ചാൽ അടിപൊളി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് അതർ 5. നമുക്ക് ടോട്ടൽ എത്ര ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഉള്ളത്? 6 എണ്ണമല്ലേ? സൈൻ കോസ് ടാൻ കൊസീക് സീക്കോട്ട് 6 എണ്ണമുള്ളത് അല്ലേ? Find the values of other 5 trigonometric functions if cos x is equal to -1/2. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? cos x ന്റെ വാല്യൂ -1/2 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കി കോസ് അല്ലാതെയുള്ള ബാക്കി സൈന്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട് ഇതിന്റെയൊക്കെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് ആകെ തന്നിരിക്കുന്ന ഡാറ്റ ഇത് മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കി 5 എണ്ണം കണ്ടുപിടിക്കണം. ഇനി ഒരു സംഭവം കൂടെ തന്നിട്ടുണ്ട്. എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. എന്താ തന്നിരിക്കുന്നത്? എക്സ് ലൈസ് ഇൻ, എക്സ് എവിടെ ഉള്ളത്? തേർഡ് ക്വാഡ്രന്റിലാണ്. മനസ്സിലായോ? ഈ ഡാറ്റയും ഈ ഡാറ്റയും തന്നിട്ട് കണ്ടുപിടിക്കുന്നത് ബാക്കി 5 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആണ്. അപ്പൊ നമുക്കറിയാം, നിങ്ങൾ ഈ മൈനസ് കണക്കാക്കണ്ട. ഓക്കെ, തുടക്കത്തിൽ ഞാൻ പറയുന്നുണ്ട് തന്നിരിക്കുന്നതിന്റെ സൈൻ ഒരിക്കലും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പൊ ഏതായാലും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കോസ് എന്ന് പറയുന്നത് എന്താണ്? കോസ് എക്സ് എന്താണ്? ഞാൻ ആദ്യം ഇത് വരയ്ക്കാം. നിങ്ങൾക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചു തരാം. ഇതാണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഇത് ഞാൻ തീറ്റ ആയിട്ട് മാർക്ക് ചെയ്തെന്ന് നിങ്ങൾ വിചാരിക്കാം. ഓക്കെ, ഇതാണ് ഞാൻ തീറ്റ ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇത് ഞാൻ എ ആയിട്ട് കൊടുത്തു, ABC ആയിട്ട് ഞാൻ എയും ഇടും. ഓക്കെ, നമ്മൾക്കറിയാം കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? കോസ് എക്സ് എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അഡ്ജസന്റ് സൈഡ് ഏതാ? ഇതല്ലേ? അഡ്ജസന്റ് സൈഡിന്റെ വാല്യൂ എത്രയാണ്? നമുക്ക് 1/2 അല്ലേ തന്നിരിക്കുന്നത്? അഡ്ജസന്റ് സൈഡിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഹൈപ്പോട്ടന്യൂസിന്റെ വാല്യൂ എത്രയായിരിക്കും? 2 ആയിരിക്കും. നമുക്ക് ഈ ഓൾട്ടിറ്റ്യൂഡിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താണ്? പൈത്തഗോറസ് തിയറം യൂസ് ചെയ്താൽ പോരെ?
പൈത്തഗോറസ് തിയറം എന്താണ് ഇവിടെ ചെയ്താൽ മതിയോ? പൈത്തഗോറസ് തിയറം എന്താണ് പറയുന്നത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ is equal to base square plus altitude square. അല്ലേ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ is equal to base square plus altitude square. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്താ സാധനം? 2 സ്ക്വയർ അല്ലേ? ഹൈപ്പോട്ടന്യൂസിന്റെ വാല്യൂ 2 ആണ്. അപ്പോൾ 2 സ്ക്വയർ 4 is equal to base square. ബേസ് എത്രയാ? 1 ആണ്. 1 സ്ക്വയർ എത്രയാണ്? 1 ആണ്. പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് അറിയില്ല, നമ്മൾ x ആയിട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ x സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഈ പ്ലസ് 1 ഉള്ളത് ഈക്വൽ ടു സൈൻ ഇങ്ങോട്ടേക്ക് ഉണ്ടാകുമ്പോൾ എന്തായി? -1. അപ്പൊ 4 - 1 എന്താ? 3 ആണ്. 3 is equal to x സ്ക്വയർ എന്ന് കിട്ടിയില്ലേ? അപ്പൊ √3 is equal to ആണ് x. അതായത് ഈ സ്ക്വയർ ഇങ്ങോട്ട് വന്നപ്പോൾ റൂട്ടായി. √3 ആണ് x ന്റെ വാല്യൂ. അപ്പൊ നമ്മുടെ ഈ x ന്റെ വാല്യൂന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? √3 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒന്നുമില്ല, നമ്മുടെ പൈത്തഗോറസ് തിയറം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ കൊണ്ട് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് അറിയാത്ത വാല്യൂ x ന് കൊടുത്തു, x എന്ന് കൊടുത്തു. ബാക്കിയൊക്കെ ഇങ്ങോട്ടേക്ക് ഉണ്ടെന്ന് നമുക്ക് എന്ത് കിട്ടി? x ന്റെ വാല്യൂ √3 ആണെന്ന് കിട്ടി. ഓക്കെ, നമ്മൾ ഇനി അടുത്ത് എന്ത് ചെയ്യണം? x ന്റെ വാല്യൂ √3 ആണെന്ന് കിട്ടി. നമുക്ക് cos x ന്റെ നമുക്ക് ഏതൊക്കെ ഐഡന്റിറ്റി, നമുക്ക് ഏതൊക്കെ നമ്മുടെ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? sin x ഉണ്ട്, cos x ഉണ്ട്, tan x ഉണ്ട്. ഇതിന്റെയൊക്കെ റെസിപ്രോക്കൽസ് ഉണ്ട്. ഇതിന്റെയൊക്കെ റെസിപ്രോക്കൽസ് ഏതാ? സൈൻ, കൊസീക്ക്, സീക്ക്, കോട്ട് അല്ലേ? ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് അറിയാം ആദ്യം സൈൻ എക്സ് കണ്ടുപിടിക്കാം. നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നോക്കിയാൽ മതി. സൈൻ എക്സ് എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? √3 ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്താണ്? 2 ആണ്. അപ്പൊ സൈൻ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? √3/2 ആയിരിക്കും. നമ്മൾ ഇനിയും ഇവിടുത്തെ ഒരു മൈനസ് ഇവിടെ പരിഗണിച്ചിട്ടില്ല, അവസാനം പരിഗണിച്ചാൽ മതി. അതോടെ ഇരിക്കട്ടെ. cos x എടുക്കണം. cos x നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ വാല്യൂ തന്നിട്ടുണ്ട്. എന്താ cos x ന്റെ വാല്യൂ എത്രയാ? 1/2. മൈനസ് എടുക്കണ്ട കേട്ടോ. മൈനസ് നമുക്ക് അവസാനം നോക്കിയിട്ട് ഞാൻ കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. tan x നോക്കാണ്. tan x എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? √3 ബൈ അഡ്ജസന്റ് സൈഡ് 1. അപ്പൊ √3/1 അല്ലേ? √3/1 √3 അല്ലേ? √3. അടുത്തത് sin x ന്റെ റെസിപ്രോക്കൽ അല്ലേ cosec x? അപ്പൊ ഇതിനെ നമ്മൾ ഉൾട്ടാക്കി എഴുതിയാൽ പോരെ? √3/2 ന് നമ്മൾ എന്ത് ചെയ്യാ? 2/√3 എഴുതാം. cos x ന്റെ റെസിപ്രോക്കൽ അല്ലേ sec x? cos x 1/2 ആണ്. അപ്പൊ sec x 2/1 ആവും. നമ്മൾ ജസ്റ്റ് 2 എന്ന് എഴുതാം അല്ലേ? tan x √3 ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ഉൾട്ടായിട്ട് വരുമ്പോൾ 1/√3 എഴുതും. ഇങ്ങനെയാണ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. ഇങ്ങനെ തന്നെ നിങ്ങൾ ഉത്തരം മൈൻഡ് അപ്പ് ചെയ്യരുത്. കാരണം നമ്മൾ ഇനിയും നമ്മുടെ മൈനസ് ഇവിടെ കൺസേൺ ചെയ്തിട്ടില്ല അല്ലെ? എന്താ നമുക്ക് മൈനസ് അവിടെ ഇരിക്കട്ടെ. ഓക്കെ, മൈനസ് തൊട്ട് സെന്റൻസ്, മൈനസ് കഴിഞ്ഞതും വരുന്ന സെന്റൻസ് എന്താ? x lies in third quadrant. x ഏത് ക്വാഡ്രന്റിലാണ് ഇരിക്കുന്നത്? മൂന്നാമത്തെ ക്വാഡ്രന്റിലാണ്. ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലെ? ഇതാണ് ഒന്നാമത്തെ ക്വാഡ്രന്റ്. 2, 3, 4 ക്വാഡ്രന്റ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സിലുള്ളതാണ്. ഓൾ സിൽവർ ടീ കപ്സ്. ഈ ഓൾ സിൽവർ ടീ കപ്സ്, ഈ ഓൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്ന സംഭവം? ഏത് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസും സൈൻ ആയാലും കോസ് ആയാലും ടാൻ ആയാലും സീക്ക് കൊസീക്ക് കോട്ട് എന്താണെങ്കിലും ഒന്നാമത്തെ ക്വാഡ്രന്റിലാണെങ്കിൽ എല്ലാം പോസിറ്റീവ് ആണ്. എല്ലാം പോസിറ്റീവ് ആണ് കേട്ടോ. ഓക്കെ, എല്ലാം പോസിറ്റീവ് ആണ്. ഇവിടെ രണ്ടാമത്തിൽ എന്താണ്? എസ് അല്ലേ? സിൽവർ, ഓൾ സിൽവർ, എസ് അല്ലേ? എസ് എന്ന് തുടങ്ങുന്ന സാധനം ഏതാണ്? നമ്മുടെ സൈൻ അല്ലേ? സോ സൈനും സൈനിന്റെ റെസിപ്രോക്കൽ ഏതാണ്? കൊസീക്കും. സൈനും കൊസീക്കും മാത്രമാണ് നമ്മുടെ രണ്ടാമത്തെ ക്വാഡ്രന്റിൽ പോസിറ്റീവ്. അതല്ലാതെ വരുന്ന എല്ലാം രണ്ടാമത്തെ ക്വാഡ്രന്റിൽ എന്താണ്? നെഗറ്റീവ് ആണ്. ഇത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യണ്ടോ ഇതേ മോഡലില്. അപ്പൊ ഞാൻ ഇതൊന്നും പറഞ്ഞില്ല കേട്ടോ, ഇത്ര കഥയൊന്നും ഞാൻ പറഞ്ഞില്ല. അടുത്തത് മൂന്നാമത്തെ ക്വാഡ്രന്റ് എടുക്കുകയാണെങ്കിൽ ടീ കപ്സിലെ ടീ എന്ന് പറഞ്ഞ നമ്മുടെ ഏത് സാധനം? ടാൻ അല്ലേ? ടാനും ടാനിന്റെ റെസിപ്രോക്കൽ ആയ കോട്ടും മാത്രമാണ് ഈ മൂന്നാമത്തെ ക്വാഡ്രന്റിൽ പോസിറ്റീവ്. ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്. അപ്പൊ അവസാനത്തെ നാലാമത്തെ ക്വാഡ്രന്റിൽ ഏതാണ്? സി അല്ലേ? സിയിൽ ഏതാ വരിക? കോസ് അല്ലേ? കോസും കോസിന്റെ റെസിപ്രോക്കൽ സീക്കും മാത്രമാണ് ഇവിടെ പോസിറ്റീവ്. അതല്ലാതെ വരുന്നതെല്ലാം നെഗറ്റീവ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ എക്സ് എവിടെയാണ് ഇരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്? എക്സ് ലൈസ് ഇൻ ദി തേർഡ് ക്വാഡ്രന്റ്. എക്സ് മൂന്നാമത്തെ ക്വാഡ്രന്റിലാണ് ഇരിക്കുന്നത്. മൂന്നാമത്തെ ക്വാഡ്രന്റിൽ ഏതൊക്കെയാണ് പോസിറ്റീവ്? ടാനും കോട്ടുമാണ് പോസിറ്റീവ്. അപ്പൊ ടാനും കോട്ടും മാത്രമാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ടാനും കോട്ടും അല്ലാതെ വരുന്ന ബാക്കിയെല്ലാം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലെ? അപ്പൊ സൈൻ നെഗറ്റീവ് അല്ലേ? കോസ് നെഗറ്റീവ് അല്ലേ? ടാൻ നെഗറ്റീവ് ആണോ? അല്ല, ടാൻ മൂന്നാമത്തെ ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആണ്. കൊസീക്ക് നെഗറ്റീവ്, സീക്ക് നെഗറ്റീവ്, കോട്ട് പോസിറ്റീവ് ആണ്, ടാൻ റെസിപ്രോക്കൽ പോസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ മൈനസ് വന്നിരിക്കുന്നത്. അപ്പൊ വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കുക. എളുപ്പത്തിലൊരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്ന. ക്വസ്റ്റ്യനിൽ എങ്ങനെ സൈൻ ഇമ്പോർട്ടന്റ് ആയിട്ട് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഏത് ക്വാഡ്രന്റിലാണ് നോക്കുക. ആ ക്വാഡ്രന്റ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വരച്ചിട്ടോ എങ്ങനെ നിങ്ങൾക്ക് അറിയാം. വരച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓൾ സിൽവർ ടീ കപ്സ് ആണ്.
ആദ്യത്തെ ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ്, രണ്ടാമത്തെ സൈനും സൈനിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക്കും, മൂന്നാമത്തെ ക്വാഡ്രന്റിൽ ടാനും ടാനിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കോട്ടും, നാലാമത്തെ ക്വാഡ്രന്റിൽ കോസും കോസിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സീക്കും മാത്രമാണ് പോസിറ്റീവ്. അതിന്റെ ബേസിസിൽ ദയവ് ചെയ്ത് സൈൻ ഇടുമ്പോൾ നോക്കി ചെയ്യണം. സൈൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈൻ തെറ്റിയാൽ അവർ മാർക്ക് തരില്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലായിട്ട് ഒരു നോട്ട് ചെയ്യുന്ന സമയങ്ങളൊക്കെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഒന്ന് വേഗം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതൊന്ന് വായിക്കട്ടെ. ഞാൻ ഇതേ ഒരു ടൈപ്പ് തന്നെ ഒന്നും കൂടെ തരാം. ഇത്രയും ഞാൻ ഇങ്ങനെ ഒരു കഥ, ഇങ്ങനത്തെ ഒരു പ്രസംഗം ഞാൻ ഇനി നടത്തില്ല. സെക്കൻഡ് ക്വസ്റ്റ്യന് നടത്തില്ല. ഒരേ ക്വസ്റ്റ്യൻ, ഒരേ മോഡൽ ക്വസ്റ്റ്യൻ, വെറുതെ ഒരേ കഥ തന്നെ റിപ്പീറ്റ് ചെയ്യില്ല. ഇത് ഞാൻ വളരെ ക്വിക്കായിട്ട് ചെയ്യും. നിങ്ങൾക്ക് പറ്റിയ സമയമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എഴുതട്ടെ. Find the values of all other 5 trigonometric functions if നേരത്തെ cos ആയിരുന്നില്ലേ, ഇവിടെ എന്ന് പറയുന്നത് sin x is equal to 3/5 എന്ന ഡാറ്റയാണ് തന്നിരിക്കുന്നത്. പിന്നെ തന്നിരിക്കുന്ന ഡാറ്റ x lies in second quadrant. x രണ്ടാമത്തെ ക്വാഡ്രന്റിലാണെന്നുള്ള ഡാറ്റയും അവർ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം sin x എത്രയാണെന്ന് തന്നിരിക്കുന്നത് 3/5 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വളരെ പെട്ടെന്ന് വരയ്ക്കാമല്ലോ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വേറെ വരച്ചു. ഇവിടെ ഞാൻ തീറ്റ എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് ഞാൻ a ആയിട്ട് കൊടുത്തു, ഇത് ഞാൻ b ആയിട്ട് കൊടുത്തു, ഇത് ഞാൻ c ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, sin x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? BC ആണ്. ഹൈപ്പോട്ടന്യൂസ് AB ആണ്. സോ ഞാൻ 3 ഇവിടെ ഇട്ടു, 5 ഇവിടെ ഇട്ടു. മനസ്സിലായില്ലേ എങ്ങനെയാ വന്നത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. പൈത്തഗോറസ് വെച്ച് നമുക്ക് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാലോ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ശരിയല്ലേ? അല്ലേ? ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 5 അല്ലേ? 5 സ്ക്വയർ എത്രയാ? 25 അല്ലേ? ബേസ് എത്രയാണ്? നമുക്കറിയില്ല. ബേസ് നമുക്ക് കണ്ടുപിടിക്കണം. x ആയിട്ട് കൊടുത്തു. x സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് അറിയാം 3 ആണ്. അപ്പൊ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്. 3 സ്ക്വയർ എത്ര? 9 അല്ലേ? 25 മൈനസ് 9, ഈ പ്ലസ് 9 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് 9 ആയി. 25 മൈനസ് 9 എത്രയാണ്? 16 ആണ്. 16 is equal to x സ്ക്വയർ. x is equal to എന്ത് കിട്ടി? √16 എന്ന് കിട്ടിയില്ലേ? എത്ര? √16 4 ആണ്. ഒന്നും ചെയ്തില്ല. ഈ സ്ക്വയർ, ഈ റൂട്ട് സ്ക്വയർ എന്നുള്ളത് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ റൂട്ടായി. x ന്റെ വാല്യൂ 4 എന്ന് കിട്ടിയിട്ടുണ്ട്. വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വൃത്തിയായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് ഓരോരോ സംഭവങ്ങളായിട്ട് എഴുതാം. സൈനിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. സൈന് കഴിഞ്ഞ് നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ട ഏതാ? cos x. സൈൻ കോസ് ടാൻ കൊസീക്ക് സീക്ക് കോട്ട്. ശരിയല്ലേ? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. വളരെ വളരെ വേഗത്തിൽ ഓരോ വാല്യൂസ് ഒന്ന് പറഞ്ഞു നോക്കൂ. cos x എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് സൈഡിന്റെ വാല്യൂ എത്രയാ? 4 ആണ്. 4/5. cos x എത്രയാണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 4/5 ആണ്. tan x എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എത്രയാ? 3 ആണ്. ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എത്രയാണ്? 4 ആണ്. അപ്പൊ 3/4. അടുത്തത് കൊസീക്ക് എടുത്തു. കൊസീക്ക് ആണെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ ഇതിന് അതേപോലെ ഉൾട്ടേക്ക് എഴുതിയാൽ മതി അല്ലെ? 5/3. ഇതാണെങ്കിലോ സീക്ക് എന്ന് പറഞ്ഞാൽ cos x ന്റെ റെസിപ്രോക്കൽ, അപ്പൊ 5/4. അടുത്തത് tan x ആണെങ്കിൽ 4/3 അല്ലെ? cot x ആണെങ്കിൽ ഇതിന്റെ ഉൾട്ടായിട്ട് 4/3. ഓക്കെ, ഇത് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു അല്ലെ? ആദ്യത്തെ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു നിങ്ങൾ വെക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? സൈൻ ഇട്ട് കൊടുക്കണം. സൈൻ ഇട്ട് കൊടുക്കണമെങ്കിൽ x ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. x എത്രാമത്തെ ക്വാഡ്രന്റിലാണെന്ന് പറയുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. ഒന്നാമത്തെ ക്വാഡ്രന്റ്, രണ്ടാമത്തെ ക്വാഡ്രന്റ്, 3, 4 ഓൾ സിൽവർ ടീ കപ്സ്. രണ്ടാമത്തെ ക്വാഡ്രന്റിലാണ് x ഇരിക്കുന്നത്. രണ്ടാമത്തെ ക്വാഡ്രന്റിൽ s ആണ്. s എന്ന് പറഞ്ഞാൽ സൈനും സൈനിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക്കുമാണ് പോസിറ്റീവ്. അതല്ലാതെയുള്ള എല്ലാം നെഗറ്റീവ് ആണ് അല്ലെ? അപ്പൊ സൈനും കൊസീക്കും ഒഴികെ എല്ലാത്തിനും നെഗറ്റീവ് ഇട്ട് കൊടുക്കൂ. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇത് മാത്രം ചെയ്താൽ മതി. 4 മാർക്കിനൊക്കെ ചോദ്യം വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ലേ? ഇതേ മോഡലിൽ തന്നെ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ശരിയല്ലേ? 2 ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ട്രിഗ്നോമെട്രിയിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു നാളെ എക്സാം ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഇതേ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൊണ്ട് രാത്രി ഫുൾ ഇരുന്ന് ഇത് വൃത്തിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ട്രിഗ്നോമെട്രിയിൽ 4 മാർക്ക് അടിപൊളി കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മണത്തരം കാണിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ തരട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതേ ഒരു മോഡൽ അല്ല, വേറൊരു മോഡലാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin 15. sin 15 നമുക്കറിയാം. സൈനിന്റെ ഓരോ വാല്യൂസ് ഒക്കെ നമുക്ക് അറിയാമല്ലോ. sin 15ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, sin 15ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ഓരോരോ വാല്യൂസ് ഞാൻ വേഗം എടുത്ത് തരട്ടെ. sin cos അയ്യോ ഒരു മിനിറ്റ് കേട്ടോ. sin cos tan അല്ലെ?
ഇവിടെ ഏതൊക്കെയുള്ളത്? 0, 30, 45, 60, 90. ഞാൻ എങ്ങനെയാ പഠിച്ചെന്നുള്ള രീതിക്ക് ഞാൻ എഴുതാട്ടോ. നിങ്ങൾ എങ്ങനെയാ പഠിച്ചിരിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ പഠിച്ച രീതിക്ക് ഞാൻ എഴുതുന്നുണ്ട്. 0, 1, 0, 1/2, √3/2, 1/√3, 1/√2, 1/√2, 1, √3/2, 1/0, 1, 0, 1/2, √3/2, 1/√3, 1/√2, 1/√2, 1, √3/2, 1/2, √3, 1, 0, not defined. ശരിയല്ലേ? തെറ്റിയിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. sin 15 വാല്യൂ കണ്ടുപിടിക്കണം. sin 15 നമുക്കുള്ള ആംഗിളിൽ ഉണ്ടോ? ഇല്ല അല്ലെ? നമ്മൾക്ക് അറിയാത്തൊരു കാര്യം അറിയുന്ന സാധനങ്ങളിൽ നിന്നും കണ്ടുപിടിക്കണം അല്ലെ? നമുക്കൊരു പ്രോബ്ലം അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയുന്നവരിൽ നിന്നും നമ്മുടെ പ്രോബ്ലം ചോദിച്ച് മനസ്സിലാക്കണം. അങ്ങനെയല്ലേ പറയാ? ഓക്കെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? sin 15 ഡിഗ്രി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? sin 45 - 30 ചെയ്താൽ പോരെ? ഈ 45 ഡിഗ്രിയിൽ നിന്നും 30 ഡിഗ്രി മൈനസ് ചെയ്താൽ 15 ഡിഗ്രി കിട്ടില്ലേ? അപ്പൊ നമുക്ക് അറിയുന്ന സാധനങ്ങളിൽ നിന്നും അറിയാത്ത സാധനം എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ 15 വരെ നിങ്ങൾക്ക് ഏതാണോ വരുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഈ ആംഗിളിൽ ഏതും മൈനസ് ചെയ്ത് ചെയ്യാൻ പറ്റും, പ്ലസ് ചെയ്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാം. അത്രേ ഉള്ളൂ. പക്ഷെ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഇനി നിങ്ങൾ ഇത് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കിട്ടിയിരിക്കുന്ന സാധനങ്ങൾ sin 45 - sin 30 എന്ന് പറയുന്നത് sin a - b എന്ന ഫോർമാറ്റിലല്ലേ? അല്ലേ? sin a - b ഐഡന്റിറ്റി എന്താ? sin a - b is equal to ഞാൻ എഴുതട്ടെ. sin a - b is equal to sin a cos b minus cos a sin b. ശരിയല്ലേ? ഐഡന്റിറ്റി ഒക്കെ നമുക്ക് അറിയുന്നതാണല്ലോ. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ? നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് എന്താ? sin 45 - 30 അല്ലേ? ഈക്വൽ ടു sin a അല്ലേ? a എന്ന് പറഞ്ഞ എത്രയാണ്? 45 ആണ്. ഇൻറ്റു cos b. cos b എന്താണ്? 30 ആണ്. മൈനസ് cos a. cos a എന്താ? 45 ആണ്. ഇൻറ്റു sin b. sin b എന്താണ്? 30 ആണ്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ള വളരെ സ്പീഡിൽ. sin 45 വാല്യൂ എത്രയാണ്? sin 45 വാല്യൂ 1/√2 ആണ്. 1/√2 ഇൻറ്റു cos 30 വാല്യൂ. cos 30 വാല്യൂ എത്രയാ? √3/2 ആണ്. മൈനസ് cos 45. cos 45 1/√2 ആണ്. ഓക്കെ? ഇൻറ്റു sin 30. sin 30 വാല്യൂ 1/2. ഓക്കെ? ഇത് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാലോ. √3 × 1 √3 ഡിവൈഡഡ് ബൈ 2√2 എന്ന് വെച്ചാൽ 2 × √2 2√2 മൈനസ് 1/2√2. ഈ 2√2 2√2 എന്ന് പറയുന്നത് രണ്ടിന് കോമൺ അല്ലേ? അപ്പൊ നമുക്ക് ഒരുമിച്ച് എഴുതാലോ. √3 - 1/2√2 എന്ന് എഴുതാൻ പറ്റും. ഇത്രേ ഉള്ളൂ. വളരെ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതിനെ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കാൻ അറിഞ്ഞിരിക്കണം. പ്ലസ് ഇതാക്കിയിരിക്കുന്ന സാധനം ഏതാണെന്ന് കണ്ടുപിടിച്ചതിന്റെ ഐഡന്റിറ്റിയും കൂടെ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ് എന്നുള്ളത് കൊണ്ട് ഇതിനൊരു ഞാനൊരു കഥ നടത്തുന്നില്ല. അതൊക്കെ നിങ്ങൾ പഠിക്കുന്നതല്ലോ. 9ാം ക്ലാസ് 10ാം ക്ലാസ് തൊട്ടും പഠിക്കുന്നതാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയും. ഇത് നിങ്ങൾ ചെയ്യാൻ ഇനി നിങ്ങൾ പഠിക്കും. ഐഡന്റിറ്റീസ് ഒന്നും നോക്കി പഠിക്കുക. sin a - b ന്റെയും sin a + b ന്റെയും cos a - b cos a + b ബേസിക് ആയിട്ട് നാളെ പഠിച്ചിരിക്കാം. sin cos tan ന്റെ. അപ്പൊ നിങ്ങൾക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ പറ്റും. മനസ്സിലായിട്ടെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ടെക്നോമെട്രിയിലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മുടെ പാർട്ട് ടെക്നോമെട്രി മാത്രം അടങ്ങിയ ഒരു ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു പാക്ക് ആണല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ കേട്ടോ. പ്രൂഫിലേക്ക് എത്തുന്നതേ ഉള്ളൂ നമ്മള്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin 5π/6. സൈനിന്റെ π/3ഉം π/6ഉം π/4ഉം ഒക്കെ നമുക്ക് അറിയാം അല്ലെ? ഈ π/6 ഒക്കെ പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ π/6 എന്ന് പറഞ്ഞാലേ 30 ഡിഗ്രിനെയാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. π/4 എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി 45 ഡിഗ്രി. π/3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി. π/2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. π എന്ന് പറഞ്ഞാൽ 180. ഇത് അറിയുന്നതാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ? നമ്മൾക്ക് π/6ന്റെ കാര്യം നമുക്കറിയാം. sin π/6ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. sin 30ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. പക്ഷെ നമുക്ക് sin 5π/6ന്റെ വാല്യൂ അറിയോ? ഇല്ല അല്ലേ? നമുക്ക് അറിയാത്തൊരു കാര്യം അറിയുന്നവരിൽ നിന്നും നമ്മൾ കണ്ടുപിടിക്കണം. അതല്ലേ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൽ അറിയുന്നവരെയൊക്കെ കൊണ്ടുവരാം അല്ലെ? നമുക്ക് അറിയുന്നവരെ എങ്ങനെ കൊണ്ടുവരാം? 5π/6നെ π - π/6 എന്ന് എഴുതുന്നത് കൊണ്ട് വല്ല തെറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ബിക്കോസ് തെറ്റില്ല. നിങ്ങൾ ക്രോസ് ചെയ്ത് നോക്കൂ.
6π മൈനസ് പൈ എത്രയാ? 5π അല്ലേ? 5π/6 കിട്ടിയില്ലേ? അല്ലേ? നമ്മളൊന്നും ചെയ്തില്ല, ക്രോസ് ചെയ്ത് ഇത് ക്രോസ് ചെയ്ത് അത് കിട്ടും. അപ്പൊ നമുക്ക് ഈ π/6ന്റെ വാല്യൂ നമുക്ക് അറിയുമല്ലോ, അറിയുന്നവരിൽ നിന്ന് കണ്ടുപിടിക്കണം എന്നല്ലേ പറഞ്ഞത്. സോ അറിയുന്ന ഒരു സംഭവത്തിന് കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് തരുന്ന സംഭവം അറിയാത്തതാണെങ്കിൽ ഇങ്ങനെ നമുക്ക് അറിയുന്നതിന്റെ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിലാക്കിയില്ലേ? നമ്മൾക്കറിയാം ഈ പൈ എന്ന് പറഞ്ഞ എന്താ സാധനം? 180 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ ഏത് ഫോർമാറ്റിലാണ്? sin 180 മൈനസ് തീറ്റ എന്നുള്ള ഫോർമാറ്റിലല്ലേ? അല്ലേ? sin 180 മൈനസ് തീറ്റ is equal to sin 180 മൈനസ് തീറ്റ എന്ന ഫോർമുല sin തീറ്റ അല്ലേ? sin 180 മൈനസ് തീറ്റ is equal to sin തീറ്റ അല്ലേ? അങ്ങനെയാണെങ്കിൽ sin പൈ മൈനസ് π/6 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? sin π/6 എഴുതാൻ പറ്റില്ലേ? sin 180 മൈനസ് തീറ്റ sin തീറ്റ അല്ലേ? അപ്പൊ sin പൈ മൈനസ് π/6 നമ്മുടെ തീറ്റ ഏതാണ്? π/6 അല്ലേ? സോ sin π/6 180 മൈനസ് തീറ്റ is equal to sin തീറ്റ ആണെന്ന കാര്യം അറിഞ്ഞിരിക്കുക. ഇങ്ങനെ മാറ്റാൻ അറിഞ്ഞിരിക്കുക. ഈ രണ്ട് കാര്യം അറിഞ്ഞാൽ മതി. ഇനി നിങ്ങൾക്ക് ഈ π/6 എഴുതാൻ പാടോ? നമുക്ക് ആംഗിൾ എഴുതണ്ടേ? സൈനിന്റെ π/6 sin π/6ന്റെ വാല്യൂ എത്രയാണ്? sin π/6ന്റെ വാല്യൂ sin 30ന്റെ വാല്യൂ എത്രയാ? 1/2 അല്ലേ? sin π/6 എന്ന് പറഞ്ഞാൽ sin 30. sin 30ന്റെ വാല്യൂ 1/2. സോ sin π/6 5π/6ന്റെ വാല്യൂ എത്രയാണ്? 1/2 ആണ്. ഇങ്ങനെയാണ് നമ്മൾക്ക് അറിയാത്തൊരു പൈ വാല്യൂ ഇങ്ങനത്തെ ഒരു റേഡിയൻ മെഷർമെന്റ് ഒക്കെ തന്നതിന് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അറിയുന്നതിലേക്ക് മാറ്റിയിട്ട് ഫോർമുല ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഈ ബേസിക് ഫോർമുലാസ് ഒക്കെ ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പൊ എന്താ കണ്ടുപിടിച്ചത്? sin 5π/6 is equal to 1/2 ആണെന്ന് കണ്ടുപിടിച്ചു കേട്ടോ. ഇനി ഞാൻ വായിക്കട്ടെ, ഞാൻ വായിച്ചു കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ തന്നെ നെക്സ്റ്റ് സബ് പാർട്ട് ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം. സർ, ഈ ഒരു പ്രൂഫാണ്, ഈസി പ്രൂഫാണ്. 3 sin π/6 sec π/3 മൈനസ് 4 sin 5π/6 cot π/4 is equal to 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനല്ല, ഇത് 1 ആണ് ഇതിന്റെ വാല്യൂ എന്ന് നിങ്ങൾ കാണിക്കണം. അതിനാണല്ലോ LHS RHS തന്നിട്ട് ചെയ്യാൻ പറയുന്ന സാധനത്തെയാണ് നമ്മൾ പ്രൂഫ് എന്ന് പറയുക അല്ലേ? ഇത് നമ്മൾ ഇതാണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? ഒറ്റയ്ക്ക് ഓരോന്ന് എടുക്കാണെന്ന് വിചാരിക്കുക. 3 ഉണ്ട് ആദ്യം. 3 ഇൻറ്റു sin π/6ന്റെ വാല്യൂ എത്രയാണ്? sin π/6ന്റെ വാല്യൂ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, ഞാൻ എന്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. sin π/6ന്റെ വാല്യൂ നമ്മുടെ sin 30ന്റെ വാല്യൂ അല്ലേ? sin 30ന്റെ വാല്യൂ എത്രയാ? 1/2 അല്ലേ? 1/2 ഇൻറ്റു sec π/3. sec എന്ന് പറഞ്ഞാൽ എന്തിന്റെ റെസിപ്രോക്കൽ ആണ്? കോസിന്റെ റെസിപ്രോക്കൽ അല്ലേ? cos π/3ന്റെ വാല്യൂ എന്താണ്? cos π/3ന്റെ വാല്യൂ 1/2 ആണ്. സോ sec π/3ന്റെ വാല്യൂ എത്രയായിരിക്കും? 1/2ന്റെ റെസിപ്രോക്കൽ 2 ആയിരിക്കും. ഓക്കെ, മൈനസ് 4 sin 5/6. 4 ഇൻറ്റു sin 5/6 അല്ലേ? 5π/6 അല്ലേ? സോ sin 5π/6ന്റെ വാല്യൂ നേരത്തെ കണ്ടുപിടിച്ചില്ലേ? 1/2 ഇൻറ്റു cot π/4. cot എന്ന് പറഞ്ഞാൽ ടാന്റെ റെസിപ്രോക്കൽ അല്ലേ? tan π/4ന്റെ വാല്യൂ എത്രയാണ്? 1 അല്ലേ? സോ cot π/4ന്റെ വാല്യൂ 1/1 അല്ലെങ്കിൽ 1 അതിന്റെ റെസിപ്രോക്കൽ 1/1 എത്രയാ? 1 അല്ലേ? അല്ലേ? which is equal to 3 into 1 into 2. ശരിയല്ലേ? ഇവിടെ ഇൻറ്റു അല്ലേ? 3 into 1 into 2 എന്താണ്? 3 into 2 എത്രയാണ്? 6 അല്ലേ? 6/2 മൈനസ് 4ഉം 2യും കൂടെ ക്യാൻസൽ ചെയ്ത് ഇപ്പൊ 2. അപ്പൊ 2. ഓക്കെ, ഇനി 6/2 എന്താ വാല്യൂ? 6/2 3 ആണ്. 3 മൈനസ് 2 എന്താ ഉത്തരം? 1 ആണ്. ഇതെന്താണ്? RHS അല്ലേ? നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ? നമ്മുടെ പ്രൂഫിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 1 ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നായിരുന്നില്ലേ? 1 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? ഇത് നിങ്ങൾക്ക് വല്ലതും അറിയാത്തതുണ്ടോ? ഓരോരോ വാല്യൂസ് 5/3ന്റെയും ആ വാല്യൂ ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. പ്ലസ് നമ്മൾ ഈ 5π/6ന്റെ വാല്യൂ നമ്മളോട് തൊട്ട് പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി. 3 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ആദ്യത്തെ സപ്പാർട്ടിലായിട്ടുള്ള ഇതിനവർ 1 മാർക്കും ഇതിനവർ 2 മാർക്കും കൊടുക്കും. മനസ്സിലായോ? അപ്പൊ 3 മാർക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ ഇനി പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇനി ഈ ക്വസ്റ്റ്യൻ ഇതേ ക്വസ്റ്റ്യൻ തന്നെ വരിക അല്ലെങ്കിൽ ഇതേ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ വരികയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഞാൻ പറയുന്ന അതേ ക്വസ്റ്റ്യൻ തന്നെ മാത്സിൽ വരില്ല. ഞാൻ പറയുന്ന മോഡലിൽ നമ്പറും വാല്യൂസും ഒക്കെ ചേഞ്ച് ചെയ്തിട്ടാ വരിക. ഞാനല്ലല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്, എനിക്ക് അതിന്റെ മോഡലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതേ ഇന്ന വാല്യൂ വരും, ഈ 5/6 തന്നെ വരും എന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കട്ടെ. അടുത്തതും ഒരു പ്രൂഫാണ്, എളുപ്പമായിട്ടുള്ള പ്രൂഫാണ്. ഞാൻ ക്വസ്റ്റ്യൻ എഴുതാൻ ബോർഡില്. sin x plus y divided by sin x minus y is equal to tan
എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ ടാൻ എക്സ് മൈനസ് ടാൻ വൈ. നിങ്ങൾക്ക് ഇതിൽ ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് സൈൻ എക്സ് പ്ലസ് വൈക്ക് ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. സൈൻ എക്സ് പ്ലസ് വൈക്ക് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ അറിയാം. സോറി, സൈൻ എക്സ് പ്ലസ് വൈക്ക് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ അറിയാം. സൈൻ എക്സ് മൈനസ് വൈക്ക് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ അറിയാം. സോ ഇൻഡിവിജ്വലി ആ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എഴുതാം അല്ലെ. നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഈ ഭാഗത്തേക്ക് കൊണ്ടാണ് വരേണ്ടത്. ഇതിനെ കയറി ആദ്യം ഇവിടെ കയറി എഴുതിയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. നിങ്ങൾ ഇത് ചെയ്ത് 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 അവസാനം ഇവിടേക്ക് എത്തിക്കണം. അതാണല്ലോ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാ, ഇവിടെ നിന്ന് ചെയ്തു തുടങ്ങണം. ഇവിടെ നിങ്ങൾ നോക്കുകയാണ് വേണ്ട, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതല്ല, നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് ഇപ്പുറത്തിരിക്കുന്നത്. ഓക്കെ, അത് കിട്ടുക തന്നെ വേണം, മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് തുടങ്ങണം അല്ലെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തുടങ്ങണം. സൈൻ എക്സ് പ്ലസ് വൈ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതാണ്. സൈൻ എക്സ് പ്ലസ് വൈ നിങ്ങൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത ഇക്വേഷൻ എന്താ, ഐഡന്റിറ്റി എന്താണ്, സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് വൈ എന്താണ്, സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ശരിയല്ലേ? ഇതുവരെ കിട്ടിയില്ലേ? ഇനി നിങ്ങൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഒന്ന് അവിടെ ഒന്ന് ജസ്റ്റ് പോയിട്ട് എന്താ കിട്ടേണ്ടതെന്ന് മാത്രം നോക്കിയിട്ട് വരാലോ. അവിടെ എടുത്തെഴുതുന്നല്ലേ ഉള്ളൂ. നമുക്ക് എന്തിന്റെ ഫോർമാറ്റിലാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടേണ്ടത്, ടാനിന്റെ ഫോർമാറ്റിൽ കിട്ടണം അല്ലെ. സൈനിനെ എങ്ങനെയാണ് നമ്മൾ ടാൻ ആക്കുക, ഡിവൈഡഡ് ബൈ കോസ് ചെയ്താൽ പോരെ, മതിയല്ലോ അല്ലെ. ഞാൻ ഈ സൈനിനെ ടാൻ ആക്കാൻ വേണ്ടി ഡിവൈഡഡ് ബൈ കോസ് എക്സ് ചെയ്യും. ഈ സൈൻ എക്സിനെ ഞാൻ ഒരു കാര്യം ചെയ്യാം, അവിടെ എഴുതി കാണിച്ചു തരാം. സൈൻ എക്സിനെ നമ്മുടെ ന്യൂമറേറ്ററിൽ ഇരിക്കുന്ന ഈ ഒരു സാധനമായിട്ടുള്ള സൈൻ എക്സിനെ ടാൻ എക്സ് ആക്കണമെങ്കിൽ ഞാൻ ഡിവൈഡഡ് ബൈ കോസ് എക്സ് ചെയ്യും. അപ്പൊ എനിക്ക് ഉത്തരം കിട്ടും. ബാക്കി ഇതിനൊരു വാല്യൂ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ഈ കോസ് വൈ എന്ന് പറഞ്ഞ സാധനം ഇല്ലേ, ഇവിടെ ഇപ്പോഴത്തെ കോസ് വൈ എന്ന് പറഞ്ഞ സാധനമില്ലേ, ഞാൻ ഇതിനെ മാറ്റി ടാൻ എക്സ് ആക്കിയാലും ഇപ്പത്തെ ഒരു കോസ് വൈ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇതിൽ കോസ് വൈ പാടുവോ, ഇല്ലല്ലോ, കോസ് വൈ പാടില്ല. അപ്പൊ നമ്മൾ ഈ കോസ് വൈനെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. കോസ് വൈ നമുക്ക് പാടില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് വെറുതെ കോസ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരാ, കോസ് എക്സ് കോസ് വൈ വെച്ചിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് പറഞ്ഞു തരുന്നത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല, നിങ്ങൾ ബുദ്ധിമുട്ടും. ഓക്കെ, അപ്പൊ കോസ് എക്സും സൈനും ക്യാൻസൽ അല്ലാട്ടോ, ടാൻ ആയി മാറുന്നതാണ്. സൈൻ എക്സും കോസ് എക്സും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ടാൻ എക്സ് ആയി. ഓക്കെ, ഈ കോസ് വൈയും ഈ കോസ് വൈയും ക്യാൻസൽ ചെയ്യും. നമുക്ക് ഈ ഒരു ടേമേ പോയി, ഈ ഒരു ടേമേ കളയണം അല്ലെ. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലായി, വെറുതെ കോസ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരാ, കോസ് എക്സ് കോസ് വൈ വെച്ച് ഡിവൈഡ് ചെയ്യണം. എന്തുകൊണ്ടാണ്, നമുക്ക് ഈ കോസ് വൈ പോവണം. ശരിയല്ലേ? പോവണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഡിവൈഡ് ദ ഹോൾ ഇക്വേഷൻ ബൈ കോസ് എക്സ് കോസ് വൈ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ ഈ കോസ് വൈ പോവണം അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ കോസ് എക്സ് മാത്രമല്ലാതെ കോസ് വൈയും കൊണ്ടുകൂടി ചെയ്യുന്നത്. മനസ്സിലാവും? നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. ഇനി നമുക്ക് ഇക്വേഷൻ നമുക്ക് ചെയ്ത് നോക്കാലോ. അടുത്തത് സൈൻ എക്സ് കോസ് വൈ ഡിവൈഡഡ് ബൈ, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോലെ, കോസ് എക്സ് കോസ് വൈ അല്ലേ, കോസ് വൈ പ്ലസ് ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ആദ്യത്തേതാ ഈ സംഭവം ഇതെടുത്തു, പിന്നെ അതിന് ഡിവൈഡ് ചെയ്തു, പ്ലസ് അടുത്തത് എടുക്കുക. അടുത്ത ഏതാണത്, കോസ് എക്സ് സൈൻ വൈ ഡിവൈഡഡ് ബൈ കോസ് എക്സ് കോസ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ. ഇനി അടുത്ത എന്താണുള്ളത്, സൈൻ എക്സ് കോസ് വൈ ഡിവൈഡഡ് ബൈ കോസ് എക്സ്. ഇൻഡിവിജ്വലി ഓരോരോ ടേംസ് എടുക്കുക, ഓരോന്നോരോന്നിന് ഡിവൈഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. കോസ് എക്സ് കോസ് വൈ പ്ലസ് ഇനി അടുത്തത് ഏതാണുള്ളത്, ഇതുവരെ കഴിഞ്ഞില്ലേ, ഇനി അടുത്ത് ഇതില്ലേ, അതല്ലേ, അതന്നെ, കോസ് എക്സ് സൈൻ വൈ ഡിവൈഡഡ് ബൈ കോസ് എക്സ് കോസ് വൈ. ഓക്കെ, ഇനി ഞാൻ ക്യാൻസൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യാലോ. ഇതും ഇതും പോയി, ഇതും ഇതും പോയി, ഇതും ഇതും പോയി, ഇതും ഇതും പോയി. അപ്പൊ നമുക്ക് ഇനി ഉത്തരം കിട്ടി. ഉത്തരം ഒന്ന് വൃത്തിയായിട്ട് നോക്കിയേ. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്താ സാധനം, ടാൻ എക്സ് പ്ലസ് സൈൻ വൈ ബൈ കോസ് വൈ ടാൻ വൈ ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് പ്ലസ് സൈൻ വൈ ബൈ കോസ് വൈ ടാൻ വൈ. RHS കിട്ടിയില്ലേ? നമ്മൾ LHS നിന്ന് തുടങ്ങി RHSലേക്ക് എത്തി. സോ ഇതേ കാര്യം നിങ്ങൾ ഒറ്റയ്ക്കാണ് എക്സാം ഹാളിൽ ഇരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും മേ ബി വരില്ലായിരിക്കാം, എനിക്കറിയാം. നമുക്ക് ചിലപ്പോ നമുക്കറിയോ ഇപ്പൊ കോസ് എക്സ് കോസ് വൈ വെച്ച് ഡിവൈഡ് ചെയ്യണം, നമുക്കറിയില്ല.
അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കുറച്ച് പ്രോബ്ലംസുമായിട്ട്, കുറച്ച് ട്രിഗ്നോമെട്രിക് പ്രോബ്ലംസുമായിട്ട് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കണം. സോ നിങ്ങളുടെ മൈൻഡ് അതിനോട് യൂസ്ഡ് ആവും. എന്തെങ്കിലുമൊക്കെ കൊണ്ട് കുത്തി കിറക്കിയിട്ടാണെങ്കിലും ഒന്ന് ആൻസറിലേക്ക് എത്തിക്കണം. ട്രിഗ്നോമെട്രിയിലും ലിമിറ്റ്സിലും ഒക്കെ അങ്ങനെയാണ് അല്ലേ. ഇതിലൊന്നും നമുക്കൊരു പ്രൊസീജിയർ പറയാൻ പറ്റില്ല. ഓരോ ക്വസ്റ്റ്യനും ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് RHS കിട്ടിയില്ലേ, അപ്പൊ നമ്മൾ ശബ്ദത്തിൽ ഒരു വാക്കും കൂടെ എഴുതി വെക്കാം. ഹെൻസ് പ്രൂവ്ഡ് അല്ലേ. ഞാൻ പഠിക്കുന്ന സമയത്ത് ട്രിഗ്നോമെട്രി കഴിഞ്ഞാൽ പ്രൂവ് ചെയ്താലും ഇല്ലെങ്കിലും ഹെൻസ് പ്രൂവ്ഡ് എന്ന് എഴുതുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ്. ഒന്ന് ആൻസർക്ക് തെറ്റായിരിക്കും, എന്നാലും രസം. ഹെൻസ് പ്രൂവ്ഡ് കൂടെ എഴുതി നമ്മൾ എന്ത് ചെയ്യാം, പ്രൂഫ് ഫൈൻഡ് അപ്പ് ചെയ്യാം. കൃത്യമായിട്ടൊരു ക്വസ്റ്റ്യൻ നോക്കിയില്ലേ, ചെയ്യേണ്ട കാര്യം മനസ്സിലാണ്ടാവുമല്ലോ. ഡിവൈഡ് ബൈ cos x cos y ആണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. വേറൊന്നും നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. cos x cos y വെച്ചാണ് ഡിവൈഡ് ചെയ്യാന്ന്. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലൊന്ന് പതിച്ചു വെക്കുക. എന്തായാലും ഈ ക്വസ്റ്റ്യൻ വരട്ടെ അല്ലെ, വരട്ടെ. ബിക്കോസ് നിങ്ങൾ പഠിച്ചു, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യും. അപ്പൊ എന്തായാലും ഈ ക്വസ്റ്റ്യൻ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ വരും. വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ വായിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. ട്രിഗ്നോമെട്രി ഭയങ്കര വാസ്റ്റ് ആണ്. ഏതാ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് എന്ന് വരെ എനിക്ക് അറിയുന്നില്ല. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രീവിയസിൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഇതല്ലാതെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യും എന്നൊരു പ്രതീക്ഷയിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എഴുതിട്ടെ ബോർഡില്. അടുത്ത ക്വസ്റ്റ്യൻ cos π/4 plus x plus cos π/4 minus x is equal to √2 cos x. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രൂഫ് എന്ന് പറയുന്നത്, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെ. ഇതിൽ നിന്ന് നമ്മൾ ഇത് പ്രൂവ് ചെയ്യണം. ഇവിടെ നിന്ന് നമ്മൾ ചെയ്തിട്ട് ഇവിടെ എത്തിക്കണം അല്ലെ. ഇവിടെ നിന്നാണ് അപ്പൊ നമ്മൾ തുടങ്ങേണ്ടത്. ഞാൻ ഈ ഒരു ബ്രാക്കറ്റിനകത്തുള്ള സാധനത്തിന് ഈ ഒരു ആദ്യത്തെ സംഭവത്തിന് x ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്, y ആയിട്ട് ഇതിനെ ഞാൻ കൊടുത്തു. അപ്പൊ എന്ത് ഇത് ടോട്ടൽ നമ്മൾ ഏത് ഇക്വേഷൻ ഫോർമാറ്റിലെത്തി? cos x plus cos y എന്ന ഫോർമാറ്റിലെത്തി. ശരിയല്ലേ? ഒന്നും ചെയ്തില്ല. ആദ്യത്തെ സംഭവത്തിന് x ആയിട്ട്, രണ്ടാമത്തെ സംഭവത്തിന് y ആയിട്ട് കൊടുത്തു. നമ്മുടെ ഇക്വേഷൻ ആയിട്ട് മാറി cos x plus cos y ആയിട്ട് മാറി. അപ്പൊ ഞാൻ ഐഡന്റിറ്റി എഴുതട്ടെ. cos x plus cos y, sin x plus sin y, cos x minus cos y, sin x minus sin y എന്നൊക്കെ പറഞ്ഞ ഐഡന്റിറ്റീസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഒരുമിച്ച് കൊടുത്തിരിക്കുന്ന ഐഡന്റിറ്റീസ് ആണ്. ഞാൻ ഇക്വേഷൻ എഴുതാം. ഐഡന്റിറ്റി എഴുതാം. cos x plus cos y is equal to 2 cos x plus y by 2 cos x minus y by 2. ഐഡന്റിറ്റി ആണ്. നിങ്ങൾക്ക് അറിയും. നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ജസ്റ്റ് ഈ ഐഡന്റിറ്റി ബേസിക് ആയിട്ടുള്ള 4 എണ്ണം പഠിച്ചു വെക്കുക. ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാലോ. നമ്മൾ എക്സിന് പകരം എന്താ കൊടുക്കാൻ പോകുന്നത്? π/4 പ്ലസ് എക്സ് ആണ്. വൈക്ക് പകരം നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്താണ്? π/4 മൈനസ് എക്സ് ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാലോ. 2 cos ബ്രാക്കറ്റിനകത്ത് എക്സിന് പകരം π/4 പ്ലസ് എക്സ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ π/4 പ്ലസ് എക്സ് അല്ലെ, പ്ലസ് y അല്ലേ. പ്ലസ് y എന്ന വാല്യൂ π/4 മൈനസ് എക്സ് എന്ന് കിട്ടി. ഓക്കെ, ഡിവൈഡഡ് ബൈ 2. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. കോസ് ഇവിടെ എക്സ് മൈനസ് y. എക്സ് എന്താ സാധനം? π/4 പ്ലസ് എക്സ് ആണ് അല്ലെ. π/4 പ്ലസ് എക്സ് ആണ്. മൈനസ് y എന്താ വാല്യൂ? π/4 മൈനസ് എക്സ് ആണ്. ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇവിടുത്തെ പ്ലസ് എക്സും ഇവിടുത്തെ മൈനസ് എക്സും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ π/4ഉം ഇവിടുത്തെ മൈനസ് π/4ഉം ക്യാൻസൽ ചെയ്യാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഫർദർ ആയിട്ട് ഇനി ഏതൊക്കെ ടേംസാ ബാക്കി ഉണ്ടാവുക? 2 cos ഇവിടെ π/4 പ്ലസ് π/4 2π/4 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ശരിയല്ലേ? ഇവിടെ ബാക്കി എന്താണുള്ളത്? കോസ് ഇവിടെ എന്താണുള്ളത്? എക്സ് പ്ലസ് എക്സ് എക്സ്. ഓക്കെ, മൈനസും കൂടെ എന്തായി? പ്ലസ് ആയി. ശരിയല്ലേ? ഇവിടുത്തെ മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസും കൂടെ പ്ലസ് ആയി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി? എക്സ് പ്ലസ് എക്സ് ആയി അല്ലേ. മൈനസും കൂടെ പ്ലസ് ആയി. ഇവിടുത്തെ എക്സ് പ്ലസ് എക്സ് ആയി. ശരിയല്ലേ? അപ്പൊ ഇവിടെ ഇക്വേഷൻ അത് എന്ത് വരും? എക്സ് പ്ലസ് എക്സ് എന്താണ്? 2x അല്ലേ. കോസ് 2x എന്ന് വരും. ഓക്കെ, ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഈ ഡിവൈഡഡ് ബൈ 2 എന്നുള്ള സാധനത്തിനെ തൊട്ട് മേലേക്ക് കൊണ്ടുപോകാം, ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇവിടെ ഞാൻ എഴുതട്ടെ. 2 cos 2π/8 cos 2x എന്നാവും. നമുക്ക് എഴുതാൻ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷൻ വരെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഇക്വേഷനിലേക്ക് മാറ്റി എഴുതാലോ. 2 cos നമുക്ക് ഇനി ഇവിടെ ഒന്നും കൂടെ ഇല്ലേ?
cos 2x ഉണ്ട്. ഓക്കെ, cos 2x divided by 2 ഉണ്ട് അല്ലെ, ഈ 2 ഇവിടെ എഴുതാനുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ റീറൈറ്റ് ചെയ്ത് എഴുതുമ്പോ 2 cos pi by 4 cos 2x ഉം 2x by 2, ഈ 2 ഈ 2 ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? cos x എന്ന് എഴുതാൻ പറ്റില്ലേ? പറ്റും, ശരിയല്ലേ? ഇനി cos pi by 4 ന്റെ വാല്യൂ എത്രയാണ്? 1/√2 ആണ്, ശരിയല്ലേ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? 2 × 1/√2 cos x ആയിട്ട് മാറും അല്ലേ? 2 × 1/√2 cos x ആയിട്ട് മാറും. ഇതിന് നമുക്ക് ഇനിയും എങ്ങനെ റീറൈറ്റ് ചെയ്ത് എഴുതാൻ പറ്റും? ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എഴുതിട്ടോ, നമുക്ക് ബുദ്ധിമുട്ടൊന്നും ആവണ്ടല്ലോ. 2/√2 cos x ആയിട്ട് മാറും. ഒന്നും ചെയ്തില്ല, ഞാൻ ഈ 2 മൾട്ടിപ്ലൈ 2/√2 cos x ആയിട്ട് എഴുതി. പക്ഷേ നമ്മുടെ ഇക്വേഷൻ എന്താണ്? പ്രൂഫ് എന്താണ്? √2 cos x അല്ലേ? ഈ 2 അവിടെ നിന്ന് വന്നു അല്ലേ? ഈ 2 നമുക്ക് എങ്ങനെ കളയാൻ പറ്റുക? നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 എന്ന് പറഞ്ഞ എന്താ സാധനം? 2 എന്ന് പറഞ്ഞ എന്താ സാധനം? √2 × √2 അല്ലേ 2 എന്ന് പറയണത് അല്ലേ? √2 × √2 അല്ലേ 2 എന്ന് പറയണത്. അപ്പൊ 2 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? √2 ഇവിടെ കാണുന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതട്ടെ, √2 × √2 divided by √2 cos x എന്നായി. ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഈ 2 പകരം √2 × √2 ആക്കി എഴുതി. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം. ഓക്കെ, എങ്ങനെയെങ്കിലും ഇവിടെ എത്തണം. അതിപ്പോ എങ്ങനെയെങ്കിലും ഏതെങ്കിലുമൊക്കെ നല്ല മാർഗങ്ങളിലൂടെ എത്തണം, കുറുക്ക് വഴിയിലൂടെ എത്തരുത്. കുറുക്ക് വഴിയിലൂടെ എത്തി ടീച്ചർമാർ മാർക്കല്ല. അപ്പൊ നമ്മൾ ഈ √2 ഈ √2 ക്യാൻസൽ ചെയ്തു. പിന്നെ ബാക്കി എന്താണത്? √2 cos x അല്ലേ? ഈ √2 cos x എന്ന് പറഞ്ഞാൽ എന്താ സാധനം? RHS അല്ലേ? നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ സെന്റൻസ് എഴുതാലോ, ഹെൻസ് പ്രൂവ്ഡ് എന്ന് എഴുതി. ഹെൻസ് പ്രൂവ്ഡ് എഴുതുമ്പോൾ വല്ലാത്തൊരു ആശ്വാസം. ഓക്കെ, നമ്മുടെ ഇക്വേഷനിൽ മെയിൻ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒന്നും കൂടെ വളരെ ക്വിക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. cos x plus cos y ന്റെ ഐഡന്റിറ്റി ആണെന്ന് എഴുതുക. അതിന് എക്സിനും വൈക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് പിന്നെ അറിയേണ്ട കാര്യം ഈ √2 എങ്ങനെ നിങ്ങൾ √2 × √2 ആക്കി എഴുതണം. അത്ര വലിയ അറിയേണ്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടെ ഈ പ്രൂഫ്. ഈ ഒരു പ്രൂഫ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഇത് പറഞ്ഞതും തൊട്ട് മുന്നേ പറഞ്ഞൊരു പ്രൂഫ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ല, നിങ്ങളത് ചെയ്ത് നോക്കും. ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ നിങ്ങൾക്ക് എഴുതി തരാൻ ബോർഡിൽ, നിങ്ങളത് ചെയ്ത് നോക്കും. സെയിം ഫോർമാറ്റ് ആണ്. ചെയ്ത് നോക്കിയിട്ട് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം, കിട്ടുന്നില്ലെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് ചോദിക്കാട്ടോ. വീഡിയോ കാണുന്ന മെജോറിറ്റി എല്ലാവരും ഗ്രൂപ്പിൽ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഞാൻ അങ്ങനെയാണ് നിഗമനിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളടുത്ത് പറയുന്നത് ഗ്രൂപ്പിൽ വരാൻ കാരണം. ഇനി നിങ്ങൾ കമന്റിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കമന്റിൽ ഗ്രൂപ്പ് ആകുമ്പോൾ നമുക്ക് വോയിസ് അയച്ച് നമുക്ക് റിപ്ലൈ തരാമല്ലോ, മനസ്സിലാകുന്നുണ്ടോ? കമന്റിൽ ഞങ്ങൾ മാത്സ് ഒക്കെ എങ്ങനെയാ ടെക്സ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യും, അവിടെ കൊണ്ടുപോകുന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഗ്രൂപ്പിലൊന്ന് വരിക, ചോദിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം ഗ്രൂപ്പിൽ താല്പര്യം ലെഫ്റ്റ് ആയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ തരാം. പ്രൂവ് ദാറ്റ് sin 5x minus sin 3x divided by cos 5x plus cos 3x is equal to tan x. ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പ്രൂവ് ചെയ്യണം. ഈ ഒരു ക്വസ്റ്റ്യൻ ഒറ്റയ്ക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തില്ലേ, ഇപ്പൊ ചെയ്തതിന്റെയൊക്കെ തൊട്ട് മുന്നേ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നോ? sin x plus y എന്നൊക്കെ പറഞ്ഞിട്ട് sin x plus y divided by sin x minus y നമ്മൾ divided by cos x cos y ചെയ്തില്ലേ? അതേപോലത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഏകദേശം എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നൊക്കെ നിങ്ങൾ ഓർത്ത് നോക്കുക. കിട്ടും, നിങ്ങൾക്ക് കിട്ടണം, നിങ്ങൾ ചെയ്യും. എന്തെങ്കിലും കിട്ടുന്നേ ഇല്ല, എന്തെങ്കിലും ഒരു ചെറിയ ഡൗട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ വരിക, ഒന്ന് ചോദിക്കുക, ഞങ്ങൾ ആൻസർ ചെയ്യാം. കമന്റിൽ ചോദിക്കുന്നതോട് ബുദ്ധിമുട്ടല്ല, ഞങ്ങൾ ആൻസർ ചെയ്യും. നിങ്ങളിലേക്ക് എത്തുമോ നിങ്ങൾക്ക് അറിയില്ല. ഗ്രൂപ്പിലാകുമ്പോൾ ഞങ്ങൾ വോയിസ് അയച്ച് തിരിച്ച് റിപ്ലൈ ചെയ്തിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വന്നാൽ മതി, ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വരിക, ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വരിക, ചോദിക്കുക, ആൻസർ ചെയ്യാം. താല്പര്യമില്ലെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ആവും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യും. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. നമുക്ക് ഇവിടെ ട്രിഗ്നോമെട്രിയിൽ തന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ലാസ്റ്റ് സെക്ഷൻ ആയിട്ടുള്ള പ്രിൻസിപ്പൽ വാല്യൂയും ജനറൽ സൊല്യൂഷനും അല്ലേ? ഞാൻ ഈ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട്. tan x = √3. tan x = √3 എന്നതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കണം, ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് നമുക്കറിയാം ടാനിന്റെ ഏത് വാല്യൂ ആണ് √3? tan π/3 ആണ് √3 അല്ലേ? tan π/3 √3 അല്ലേ? ഇത് ഒരെണ്ണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒന്നുകൂടെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. നമുക്കറിയാം tan 180 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് tan തീറ്റ ആണ്, ശരിയല്ലേ? അല്ലേ? ആണ്. അപ്പോ tan 180 എന്ന് പറയുന്നത് പൈ ആണ്, പ്ലസ് തീറ്റ എന്ന് പറയുന്നത് തീറ്റ ഏതാ? π/3 അല്ലേ? π/3 is equal to tan തീറ്റ എന്നല്ലേ? അപ്പൊ tan π/3. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഇനി tan ഇത് ക്രോസ് ചെയ്യാം. 3π പ്ലസ് π എത്രയാ? 4π അല്ലേ? അപ്പൊ tan 4π
π/3 is equal to tan π/3 അല്ലേ? അതായത് ഒന്നുമില്ല, നമ്മൾ ഇവിടെ ഇപ്പൊ tan π/3 എന്നൊരു വാല്യൂ കിട്ടി. ഓക്കെ, tan π/3 എന്തിനോടും കൂടി ഈക്വൽ ആണ്? 4π/3നോടും കൂടി ഈക്വൽ ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിൻസിപ്പൽ വാല്യൂസ് ഏതൊക്കെയാണ് നമുക്ക് എഴുതാൻ പറ്റുക? പ്രിൻസിപ്പൽ വാല്യൂസ് π/3ഉം 4π/3 ആണ് നമുക്ക് എഴുതാൻ പറ്റും. ശരിയല്ലേ? നിങ്ങൾക്ക് ഇക്വേഷനിലൂടെ കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? tan π/3 എന്ന് പറയുന്നത് tan 4π/3നോട് ഈക്വൽ ആണ്. നമ്മൾ tan π/3 എഴുതി കഴിഞ്ഞാൽ 4π/3 എഴുതാം. രണ്ടും ഈക്വൽ അല്ലേ? 4π/3 എഴുതാൻ പറ്റും. ഇതാണ് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ജനറൽ സൊല്യൂഷൻസിലേക്ക് കിടക്കാം. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ വാല്യൂ y is equal to കണ്ടു എഴുതാറുള്ളത്. ടെക്സ്റ്റ് ഒക്കെ കാണാറുണ്ട്, y വെച്ചിട്ടാണ് എഴുതാറുള്ളത്. ജനറൽ സൊല്യൂഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ടാനിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് n⁻ y ആണ്. ഓക്കെ, n⁻ y ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ജനറൽ സൊല്യൂഷൻ ഏതാ? n⁻y ന്റെ വാല്യൂ എത്രയാണ്? yക്ക് രണ്ട് വാല്യൂ ആണ്, ഒന്ന് π/3 ഒന്ന് 4π/3 അല്ലേ? yക്ക് π/3 ഉണ്ട് 4π/3 ഉണ്ട്. നമ്മൾ ആദ്യം π/3 ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ n⁻π+π/3 എന്ന് കിട്ടി അല്ലേ? പിന്നെ അടുത്ത ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും? n⁻+4π/3 ആയിരിക്കും. ആദ്യം yക്ക് രണ്ട് വാല്യൂ ഉണ്ട്, π/3 ഉണ്ട് 4π/3 ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടത്തെ എന്നിനും രണ്ട് വാല്യൂ ഇടണം. ആദ്യത്തെ കേസിൽ π/3 വരുന്നത്, രണ്ടാമത്തെ കേസിൽ 4π/3 വരുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ജനറൽ സൊല്യൂഷൻ. പ്രിൻസിപ്പൽ വാല്യൂം ജനറൽ സൊല്യൂഷനും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒരു ക്വസ്റ്റ്യൻ കൂടെ തരട്ടെ, അപ്പൊ കുറച്ചും കൂടെ തറോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ തരാം. cos x is equal to 1/2. cos x is equal to 1/2 അല്ലേ? cosന്റെ ഏത് വാല്യൂ ആണ് 1/2 വരുന്നത്? cos π/3 അല്ലേ 1/2 വരുന്നത്? cos π/3 ആണ് 1/2. ഒരു പ്രിൻസിപ്പൽ വാല്യൂ കിട്ടി. ഇതേപോലെ നമ്മൾ ടാന്റെ കേസ് നമ്മൾ കണ്ടുപിടിച്ച പോലെ കോസിന്റെ കേസ് കണ്ടുപിടിക്കാമല്ലോ. പക്ഷേ കോസിന്റെ കേസിൽ ഞാൻ പറഞ്ഞുതരാം. cos 360 മൈനസ് തീറ്റ ആണ് cos തീറ്റ. ഓരോന്നിനും ഓരോ ഇക്വേഷൻ ആണ്. tan 180 മൈനസ് തീറ്റ ആയിരുന്നു tan തീറ്റ. ഇവിടെ cos 360 മൈനസ് തീറ്റ ആണ് cos തീറ്റ. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സോ cos 360ക്ക് പകരം നമ്മൾ എന്ത് എഴുതും? 2π എന്ന് എഴുതും അല്ലെ? മൈനസ് തീറ്റ എന്താണ്? π/3 ആണ്. അപ്പൊ ക്രോസ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 3 into 2 6π മൈനസ് π എത്രയാ? 5π/6 അല്ലേ? cos 5π/3 അല്ലേ? ക്രോസ് ചെയ്തു 3 into 2 6π മൈനസ് π 5π/3 എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ y is equal to ഏതൊക്കെയാണ്? π/3 ഉം 5π/3. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം അല്ലെ? നമ്മുടെ ടാനിന്റെ കേസിലുള്ള ജനറൽ സൊല്യൂഷൻ എന്തായിരുന്നു? n⁻+y ആയിരുന്നു അല്ലെ? n⁻+y ആയിരുന്നില്ലേ? അതെ, n⁻+y ആയിരുന്നു. നമ്മുടെ കോസിന്റെ കേസിലുള്ള ജനറൽ സൊല്യൂഷൻ ഇക്വേഷൻ 2n+y ആണ്. അങ്ങനെയാണെങ്കിൽ 2n+y വാല്യൂ ഏതായിരുന്നു? ആദ്യത്തെ y വാല്യൂ π/3 ആണ്. കോമ അടുത്തത് 2n+ അടുത്ത y വാല്യൂ എത്രയാ? 5π/3 ആണ്. അപ്പൊ ജനറൽ സൊല്യൂഷൻ 2n+ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ 2n+y ആണ് നമ്മുടെ കോസിന്റെ കേസിലുള്ള ഇക്വേഷൻ. സോ 2n+y ആദ്യത്തെ y π/3, രണ്ടാമത്തെ y 5π/6. ടാനിന്റെ കേസിലും കോസിന്റെ കേസിലുമുള്ള ജനറൽ സൊല്യൂഷൻ ഇക്വേഷനും ഇതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഫർദർ ആയിട്ട് നമുക്ക് കുറച്ച് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് ഉണ്ടല്ലോ, അതിന്റെ കൂടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഉണ്ടല്ലോ, അതിന്റെയും കൂടെ ഒന്ന് പഠിച്ചു വെക്കാം. ഇതിനൊക്കെ മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പ്രൂഫ് ഏതാണ് എക്സാമിന് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. സോ നമ്മൾ പ്രൂഫിന്റെ കാര്യം നമുക്ക് ഗ്യാരണ്ടി ഇല്ല, എന്തായാലും ട്രിഗ്നോമെട്രിയിൽ നിന്ന് കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇങ്ങനത്തെ കിട്ടും എന്നുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പോയി പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. സോ നമ്മുടെ ട്രിഗ്നോമെട്രിയിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ടോപ്പിക്സും, പ്രൂഫ് ആയിക്കോട്ടെ, ഡിഗ്രി റേഡിയൻ ആയിക്കോട്ടെ, പ്രിൻസിപ്പിൾ ആയിക്കോട്ടെ, അങ്ങനത്തെ മറ്റേ ഓൾ സിൽവർ ടീ കപ്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, 5π/6 വാല്യൂ കണ്ടുപിടിക്കുന്നത്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ ടോപ്പിക്സിനകത്ത് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം. ഞാൻ ഒരിക്കലും നിങ്ങളെ കമ്പലി ഇല്ലാതായിട്ട് നിങ്ങളത് ചെയ്തിട്ടേ പോവുള്ളൂ, അങ്ങനെയല്ല. നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ട്രിഗ്നോമെട്രി മാത്രമാണ് നോക്കിയത്. എല്ലാവർക്കും എല്ലാ സേക്കാർക്കും ഇംപ്രൂവ്മെന്റുകാർക്കും ഒരുമിച്ച് ഫേവർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് എക്സാം വളരെ അടുത്തു, മാത്സ് ആണ്. എങ്ങനത്തെ പേപ്പർ ആണെങ്കിലും ഫേസ് ചെയ്യുക.
ഇതിന് മുന്നുള്ള വീഡിയോസ് അപ്ലോഡഡ് ആയിട്ടുള്ള, അതായത് പാർട്ട് 1, 2, 3 വീഡിയോ അപ്ലോഡഡ് ആണ്. നമ്മൾ പാർട്ട് 4 ആയിരിക്കും. അപ്പൊ പാർട്ട് 4 വീഡിയോ കാണുക. നമുക്ക് ഇനിയും കുറച്ച് ചാപ്റ്റേഴ്സും കൂടെ കവർ ചെയ്യാനുണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.